ഞങ്ങൾ ഓരോരുത്തരും എത്ര ദിവസമായി ഞങ്ങളിവിടെ വന്ന് കിടക്കുന്നു. ഓളെ തന്നെ 3-ാമത്തെ പ്രാവശ്യം ആശുപത്രി കൊണ്ടുവന്ന് ഓരോ ദിവസവും ഞങ്ങളുടെ ഇടയിൽ നിന്ന് 2 പേര് വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും ആരും കാണുന്നില്ല. ഞങ്ങൾ ഇനി എത്ര ദിവസം ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? അനീന ഇപ്പൊ എത്രാമത്തെ തവണയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്? ഇന്നലെ 3-ാമത്തെ പ്രാവശ്യം കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി 2 മണിക്ക് ഓളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. എന്നിട്ട് നേരെ വെളുത്ത് രാവിലെ വീണ്ടും ഇവിടെ വന്നു. ഇനി എന്തേലും പറ്റിയ ഞാൻ അവളുടെ വീട്ടിൽ എന്ത് പറയും? എന്റെ കൂടെ വന്നത്. നിങ്ങൾ എവിടെ? തൃശ്ശൂരിൽ നിന്നാണോ? തൃശ്ശൂർ. എന്താണ് പറയാനുള്ളത്? ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണല്ലോ. ഇതിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇനി ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഞങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറ് എന്തെങ്കിലുമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കുന്നത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഭയങ്കര നിരാശാജനകമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ഹനീന തന്നെ ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയിരുന്നു ആശുപത്രിയിൽ. ഞങ്ങൾ രാത്രി 2 മണിക്കാണ് റൂമിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോഴും ഇങ്ങനെ തന്നെ അവസ്ഥ. തെരുവിലാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണമുണ്ട്. ജിംസ്, ഇത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്. പല ആളുകളെയും ഓരോ ദിവസവും ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് രമേശ് ചെന്നിത്തലയുടെ വാഹനത്തിൽ മാറ്റിയ ഉദ്യോഗാർത്ഥി ഹനീന, അവര് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണ്. അവരെ തന്നെ ഇപ്പോൾ 3-ാമത്തെ തവണയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം നിരാഹാരത്തിന് സമരം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഒന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഇന്നലെ രാത്രിയാണ് ഡിസ്ചാർജ് വാങ്ങി തിരികെ റൂമിലേക്ക് എത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവരുടെ മുൻപിൽ വെറും 9 ദിവസം മാത്രമാണുള്ളത്. 9 ദിവസം അങ്ങേയറ്റം നിർണായകമായ ദിവസങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ആ 9 ദിവസം കഴിഞ്ഞ് 19-ാം തീയതി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ ഇനി എന്ത് എന്നറിയാതെ ഇരിക്കുന്ന ആളുകളാണ് ഈ ഓരോ ആളുകളും. അത്രത്തോളം ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ട് ഇവരുടെ മുൻപിൽ. ഇന്നലെ ഇപ്പോൾ മന്ത്രിസഭാ യോഗം നടന്നിരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പുതിയ ഒരു തസ്തിക, ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പുതിയൊരു തസ്തിക രൂപീകരിക്കുക മാത്രമാണ് ചെയ്തത്. അത് 100 CPO റാങ്ക് ഹോൾഡർമാരാണ്, CPOമാരെയാണ് അതിൽ ഇത്തരത്തിൽ പുതിയൊരു തസ്തികയിലേക്ക് എടുക്കുന്നത്. അതിൽ തന്നെ ഇവർക്ക് എത്ര നിയമനം ലഭിക്കുമെന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. അതല്ലാതെ ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ സമയത്തും അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ തയ്യാറായിരുന്നില്ല. അവസാനം ഇവരുടെ കാര്യം ചോദിക്കുമ്പോൾ സമയം കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ച പ്രതികരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ 7 വർക്കിംഗ് ദിവസം, പ്രവർത്തന ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ ഉള്ളത്. അതുപോലെ 9 ദിവസം കഴിയുമ്പോൾ ഇവരുടെ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്കൊക്കെ വരുമ്പോൾ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അത്തരത്തിലുള്ള ഒരു ദുഃഖവും വിഷമവും ഒക്കെ ഇവരുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജിംസിനി എന്താ എന്നറിയാതെ അങ്ങേയറ്റം നിർണായകമായ 9 ദിവസം മാത്രമാണ് ഇവരുടെ മുൻപിലുള്ളത്. പക്ഷേ